welcome to the classes of anatomy and physiology. So first we are going to discuss the first chapter of anatomy and physiology, and the name of the chapter is Introduction to the Human Body. അപ്പോൾ പേര് പോലെ തന്നെ നമ്മൾ അനാട്ടമിയും ഫിസിയോളജിയും കുറച്ച് ടഫ് സബ്ജക്ട്സ് ആണ്, പക്ഷെ ബേസിക്സ് ഉണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ മനസ്സിലാവുന്ന സബ്ജക്ട്സ് ആണ്. സോ ഈ ചാപ്റ്ററിന്റെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അനാട്ടമിയിലോട്ടും ഫിസിയോളജിയിലോട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ചാപ്റ്റേഴ്സ്. അതായത് അനാട്ടമി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്, അതുപോലെ തന്നെ ഫിസിയോളജി പഠിക്കാൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക്സ് ഉണ്ട്. അതെല്ലാം ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് അനാട്ടമിയുടെയും ഫിസിയോളജിയുടെയും ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സോ അനാട്ടമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചേഴ്സ്. അത്രയേ ഉള്ളൂ. നമ്മുടെ ബോഡിയിലുള്ള ഓരോ പാർട്ടിന്റെയും സ്ട്രക്ചേഴ്സിന്റെ സ്റ്റഡിയാണ് നമ്മൾ അനാട്ടമി എന്ന് വിളിക്കുന്നത്. സോ അനാട്ടമി ഇസ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് അതർ ഗ്രൂപ്പ്സ്. ലൈക്ക് വി നോ ദാറ്റ് അവർ ബോഡി ഇസ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് റീജിയൻസ്, അല്ലെ? റീജിയൻസ് എന്ന് പറഞ്ഞാൽ ഭാഗങ്ങൾ. നമ്മുടെ ബോഡീനെ ഹെഡ്, ആംസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ലെഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല റീജിയൻസ് ആക്കിയിട്ടുണ്ട്. ഓരോ റീജിയൻസിന്റെയും അനാട്ടമി പഠിക്കുന്നതിന് നമ്മൾ റീജിയണൽ അനാട്ടമി എന്ന് പറയും. ഇനി ഓരോ സിസ്റ്റംസ് ഉണ്ട്, അല്ലെ? ലോക്കോമോട്ടോർ സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യുന്ന വേരിയസ് സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ ഈ സിസ്റ്റംസിന്റെ അനാട്ടമി സെപ്പറേറ്റ് പഠിക്കുന്നതിന് നമ്മൾ സിസ്റ്റമാറ്റിക് അനാട്ടമി എന്ന് പറയും. പിന്നെ ഒന്നാണ് ഫങ്ഷണൽ അനാട്ടമി. സോ ഒരു ഓർഗന്റെ സ്ട്രക്ചർ പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന്റെ ഫങ്ഷൻ പഠിക്കുക എന്നത്. സോ ഈ ഫങ്ഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന അനാട്ടമിയാണ് ഫങ്ഷണൽ അനാട്ടമി. പിന്നെ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഓർഗൻസും ഉണ്ട്, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, ദാറ്റ് ഇസ് വിച്ച് കനോട്ട് ബി സീൻ ബൈ അവർ നേക്കഡ് ഐസ്. സോ അങ്ങനത്തെ ഓർഗൻസും ഉണ്ട്. സോ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതിന്റെ അനാട്ടമി പഠിക്കുന്നതിന് നമ്മൾ മാക്രോസ്കോപ്പിക് അനാട്ടമി എന്ന് പറയും. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളുടെ, അതായത് സെൽസ്, ടിഷ്യൂസ് പോലുള്ള മൈക്രോസ്കോപ്പിക് വസ്തുക്കളുടെ അനാട്ടമി പഠിക്കുന്നതിന് മൈക്രോസ്കോപ്പിക് അനാട്ടമി എന്നും പറയും. സോ ഇതൊക്കെയാണ് അനാട്ടമിയുടെ പഠിക്കാനുള്ള വേരിയസ് ഡിവിഷൻസ്. ഇതല്ലാതെ അനാട്ടമിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന രണ്ട് ടോപ്പിക്സ് ആണ് ഹിസ്റ്റോളജി ആൻഡ് സൈറ്റോളജി. സോ ഹിസ്റ്റോളജി എന്താന്ന് വെച്ചാൽ ഫൈൻ സ്ട്രക്ചേഴ്സിന്റെ സ്റ്റഡി, ടിഷ്യൂസ് പോലെയുള്ള ഫൈൻ സ്ട്രക്ചേഴ്സിന്റെ സ്റ്റഡിയാണ് ഹിസ്റ്റോളജി. സൈറ്റോളജി എന്ന് പറഞ്ഞാൽ ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റഡി ഓഫ് സെൽസ് ആണ് സൈറ്റോളജി. അപ്പൊ ഇത്രയാണ് അനാട്ടമീനെ കുറിച്ച് പറയാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് ടേംസ് ഇൻ അനാട്ടമി പഠിക്കാം. അതായത് അനാട്ടമി പഠിക്കുമ്പോൾ അതിൽ മാത്രം കേട്ട് വരുന്ന കുറച്ച് ടേംസ് ഉണ്ട്. ഓരോ സ്ട്രക്ചർ പഠിക്കുമ്പോഴും ഈ ടേംസ് ബന്ധിപ്പിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സോ ആദ്യം ഈ ടേംസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ അനാട്ടമി പഠിക്കുന്നത് എളുപ്പമായിരിക്കും. സോ ഫസ്റ്റ് പഠിക്കേണ്ട ഒരു ടേമാണ് അനാട്ടമിക്കൽ പൊസിഷൻ. അപ്പോൾ അനാട്ടമിക്കൽ പൊസിഷൻ എന്താന്ന് നിങ്ങൾ ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. സോ ഒരു ഹ്യൂമൻ ബോഡിയുടെ അനാട്ടമി പഠിക്കുമ്പോൾ ഈ അനാട്ടമിക്കൽ പൊസിഷനിൽ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഈ ബോഡി ഇറക്റ്റ് ആണ്, അല്ലേ? സോ ഇറക്റ്റ് ആൻഡ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് അനാട്ടമിക്കൽ പൊസിഷൻ. പിന്നെ അതിന്റെ പാംസ് നോക്കിയാൽ മനസ്സിലാവും. പാംസ് ഷുഡ് ഫേസ് ഫ്രണ്ട്. അതുപോലെ തന്നെ ഹെഡ്, ഫേസ് ഒക്കെ ദേ ഷുഡ് ഫേസ് ഫ്രണ്ട്. സോ ഇങ്ങനെയാണ് അനാട്ടമിക്കൽ പൊസിഷൻ ഉള്ളത്. നമ്മളെ പാംസ് ഫ്രണ്ട് ആയിരിക്കണം, ബോഡി ഇറക്റ്റ് ആയിരിക്കണം. ഈ പൊസിഷനാണ് നമ്മൾ അനാട്ടമിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ടേമാണ് മീഡിയൻ പ്ലെയിൻ. സോ നമ്മുടെ ബോഡീന്റെ കുറുകെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്ലെയിൻ ആണ് മീഡിയൻ പ്ലെയിൻ. പിന്നെ മീഡിയൽ, ലാറ്ററൽ എന്ന രണ്ട് ടേംസ് നിങ്ങൾ അനാട്ടമി പഠിക്കുമ്പോൾ ഒരുപാട് കേൾക്കാൻ സാധ്യതയുള്ളതാണ്. മീഡിയൽ, ലാറ്ററൽ, അതായത് ഈ ഓർഗന് മീഡിയൽ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് മീഡിയൽ എന്താ, ലാറ്ററൽ എന്താന്ന് മനസ്സിലാവണം, അല്ലേ? സോ മീഡിയൽ എന്ന് വെച്ചാൽ നമ്മുടെ മീഡിയൻ പ്ലെയിനിൽ നമ്മുടെ ബോഡി ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനോടടുത്ത് നിൽക്കുന്ന ഓർഗൻസ് ആണ് മീഡിയൻ എന്ന് പറഞ്ഞാൽ. മീഡിയൽ എന്ന് പറഞ്ഞാൽ, ലാറ്ററൽ എന്ന് പറഞ്ഞാൽ ദൂരേക്ക് നിൽക്കുന്നത്. ഇപ്പൊ മീഡിയലും ലാറ്ററലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ബോഡിയുടെ മിഡിൽ പ്ലെയിൻ അല്ലെങ്കിൽ മീഡിയൻ പ്ലെയിനിന്റെ അടുത്ത് നിൽക്കുന്നത് മീഡിയലും ദൂരെ നിൽക്കുന്നത് ലാറ്ററലും. അടുത്ത രണ്ട് ടേംസ് ആണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. സോ ഈ പേര് സൂചിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഒരു ക്യാവിറ്റീൻ്റെ സെന്റർ അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റീൻ്റെ സെന്ററിൽ നിന്ന് ആ ദൂരത്തിന് റെസ്പെക്റ്റീവ് അല്ലെങ്കിൽ റിലേറ്റീവ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്റേണൽ, എക്സ്റ്റേണൽ എന്ന് പഠിക്കുന്നത്. സോ ബോഡി ക്യാവിറ്റീൻ്റെ അടുത്തുള്ള ഭാഗങ്ങൾ ഇന്റേണലും പുറത്തുള്ള ഭാഗങ്ങൾ എക്സ്റ്റേണലും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് റിബ്സ് ആണ്. നമുക്കറിയാം റിബ് കേജ്, അല്ലേ? നമ്മുടെ റിബ്സ് ചെസ്റ്റ് ക്യാവിറ്റീനെ എൻക്ലോസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സോ ഈ ചെസ്റ്റ് ക്യാവിറ്റീൻ്റെ അടുത്തുള്ള റിബ്സിന്റെ സർഫസിനെ ഇന്റേണൽ സർഫസ് എന്നും അതിന്റെ പുറത്തുള്ള റിബ്സിന്റെ സർഫസിനെ എക്സ്റ്റേണൽ സർഫസ് എന്നും പറയുന്നു. സോ ഇങ്ങനെയാണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എന്നുള്ള ടേംസ്. അടുത്തതാണ് സൂപ്പർഫിഷ്യൽ ആൻഡ് ഡീപ്പ്. ഈ സൂപ്പർഫിഷ്യൽ ആൻഡ് ഡീപ്പ് എന്നുള്ളതും ഒരു റിലേറ്റീവ് ഡിസ്റ്റൻസ് ആണ് ഫ്രം ദ സർഫസ് ഓഫ് ദ ബോഡി. സോ ബോഡി സർഫസിലുള്ള സ്ട്രക്ചേഴ്സ് സൂപ്പർഫിഷ്യൽ
സൂപ്പർഫിഷ്യൽ സ്ട്രക്ചേഴ്സും ബോഡി സർഫസിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഡീപ്പും ആണ്. സോ ക്ലാവിക്കലിന് ഒരു സൂപ്പർഫിഷ്യൽ സർഫസും ഉണ്ട്, ഒരു ഡീപ്പ് സർഫസും ഉണ്ട്. സോ ഇതൊക്കെ ഇങ്ങനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നൊന്നാണ് ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ. അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഓർഗനിന്റെ ഫ്രണ്ടിലുള്ള ഭാഗത്തിന് ആന്റീരിയർ എന്നും പിന്നിലുള്ള ഭാഗത്തിന് പോസ്റ്റീരിയർ എന്നും പറയുന്നു. വെൻട്രൽ ഡോർസൽ എന്നൊക്കെ പറയുന്നത് പോലെ. സോ അനാറ്റമിക്കൽ പൊസിഷൻ വെച്ച് നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ അനാറ്റമിക്കൽ പൊസിഷൻ വെച്ച് നോക്കുമ്പോഴാണ് അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടേംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ടിബിയൽ ആർട്ടറിക്ക് 2 ആന്റീരിയർ ബ്രാഞ്ചും ഉണ്ട്, പോസ്റ്റീരിയർ ബ്രാഞ്ചും ഉണ്ട്. സോ ടിബിയൽ ആർട്ടറിയുടെ ആന്റീരിയർ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ലെഗിന്റെ ഫ്രണ്ടിലും പോസ്റ്റീരിയർ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ലെഗിന്റെ ബിഹൈൻഡിലുമാണ് റൺ ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ടേംസ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പാം ഓഫ് ദി ഹാൻഡ് വെച്ച് പറയുമ്പോൾ പാമിന്റെ ആന്റീരിയർ സർഫസിനെ പാമാർ സർഫസ് എന്നും പോസ്റ്റീരിയർ സർഫസിനെ ഡോർസൽ സർഫസ് എന്നുള്ള ടേംസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള ടേംസ് ആണ് പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ. പ്രോക്സിമൽ എന്ന് പറഞ്ഞാൽ അടുത്ത് നിൽക്കുന്നത്, ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ദൂരെ നിൽക്കുന്നത്. അതും റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു സ്ട്രക്ചറിന്റെ പ്രോക്സിമൽ ആണ് ഈ ഒരു സ്ട്രക്ചർ, അതിന്റെ ഡിസ്റ്റൽ ആണ് വേറൊരു സ്ട്രക്ചർ. സോ അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടേംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് അനാറ്റമിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഓരോ സിസ്റ്റംസിനെ കുറിച്ചാണ്. സോ നമ്മുടെ ബോഡിയിൽ വേരിയസ് സിസ്റ്റംസ് ഉണ്ട് അല്ലേ. നമ്മുടെ ഫിസിയോളജിക്കൽ ഫംഗ്ഷനും നമ്മുടെ ബോഡീൻ്റെ ഒരു ഓൾ ടുഗെദർ സ്ട്രക്ചറിനും ഇൻ്റഗ്രേറ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് സിസ്റ്റംസ്. സോ ഫസ്റ്റ് സിസ്റ്റമാണ് ലോക്കോമോട്ടോർ സിസ്റ്റം. അപ്പോൾ ലോക്കോമോട്ടോർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിസ്റ്റമാണ് ലോക്കോമോട്ടോർ സിസ്റ്റം. അതിനെ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബോൺസും കാർട്ടിലേജസും ഉൾപ്പെടുന്ന സിസ്റ്റമാണ് സ്കെൽറ്റൽ സിസ്റ്റം. സോ സ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ ബോൺസ്, കാർട്ടിലേജസ് ഒക്കെയാണ്. രണ്ടാമത്തേതാണ് ആർട്ടിക്കുലേറ്ററി സിസ്റ്റം. സോ ആർട്ടിക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ജോയിൻസ് ഒക്കെ. അപ്പം നമ്മുടെ ജോയിന്റിൽ ഒരു ബോണിൽ അടുത്തൊരു ബോൺ ആർട്ടിക്കുലേറ്റ് ചെയ്ത് കിടക്കുകയാണ് അല്ലേ. സോ ആർട്ടിക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ മെയിൻ ജോയിൻസ് വരുന്നത് നമ്മുടെ 4 ലിംസും നമ്മുടെ ലെഗ്സും, അതായത് കൈയും കാലുമാണ് ആർട്ടിക്കുലേറ്ററി സിസ്റ്റത്തിൽ കൂടുതലായിട്ടും വരുന്നത്. മൂന്നാമത്തേതാണ് മസ്കുലാർ സിസ്റ്റം. നമ്മുടെ മൂവ്മെന്റിന് ഒരു ഇന്റഗ്രൽ പാർട്ടാണ് നമ്മുടെ മസിൽസ്. സോ മസിൽസ് ഉൾപ്പെടുന്ന സിസ്റ്റമാണ് മസ്കുലാർ സിസ്റ്റം. സോ ഇത് 3ഉമാണ് ലോക്കോമോട്ടർ സിസ്റ്റത്തിൽ വരുന്നത്. രണ്ടാമത്തെ സിസ്റ്റമാണ് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം. സോ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സിസ്റ്റമാണ് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം. സോ സർക്കുലേഷൻ നമ്മുടെ ബോഡിയുടെ ഒരു ഇന്റഗ്രൽ ഫംഗ്ഷൻ ആണ്. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു വൈറ്റൽ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ് സർക്കുലേഷൻ അല്ലേ. അപ്പോൾ ഈ സർക്കുലേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ അത് ബ്ലഡ് സർക്കുലേഷന് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റവും ഉണ്ട്, ലിംഫ് സർക്കുലേഷന് ലിംഫാറ്റിക് സിസ്റ്റവും ഉണ്ട്. സോ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇന്റഗ്രൽ ഓർഗനാണ് ഹാർട്ട് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ അതുപോലെ നമ്മുടെ സർക്കുലേറ്ററി ഫ്ലൂയിഡ് ആയിട്ടുള്ള ഈ ബ്ലഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ബ്ലഡ് വെസൽസ്, ഇതൊക്കെയാണ് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്ട്രക്ചേഴ്സ്. സോ ഈ സർക്കുലേഷൻ വഴിയാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുള്ള ന്യൂട്രിയൻസ്, നമുക്ക് എക്സ്ക്രീറ്റ് ചെയ്ത് കളയാനുള്ള വേസ്റ്റസ്, പിന്നെ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്ന ഓക്സിജൻ, ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം വഴിയാണ്. അടുത്തതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. സോ നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷൻ. സോ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന ഒരുപാട് ഓർഗൻസ് ഉണ്ട്. അവരെ ഒക്കെ നമ്മൾ കൂടി വിളിക്കുന്നത് ഒരു എലിമെന്ററി കനാൽ എന്നും അസോസിയേറ്റഡ് ഗ്ലാൻസ് എന്നുമാണ്. സോ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ 2ആയിട്ട് ഭാഗിച്ചാൽ എലിമെന്ററി കനാലും ഉണ്ട്, ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ഉണ്ട്. ഇവരെല്ലാവരും ചേർന്ന് ഫംഗ്ഷൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡൈജഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. അടുത്തതാണ് റെസ്പിറേറ്ററി സിസ്റ്റം. നമ്മുടെ ബ്രീത്തിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള സിസ്റ്റമാണ് റെസ്പിറേറ്ററി സിസ്റ്റം. സോ റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ള ഒരു പ്രൈം ഇമ്പോർട്ടൻറ്റ് ഓർഗനാണ് നമ്മുടെ ലങ്സ് മാത്രമല്ല, നമ്മുടെ എക്സ്റ്റേണൽ നോസ്ട്രിൽസ് മുതൽ ഇന്റേണലി ലങ്സ് വരെ അല്ലെങ്കിൽ ആൽവിയോളൈ, എയർ സെൽസ് വരെ പോകുന്ന ഒരു കോംപ്ലക്സ് സിസ്റ്റം തന്നെയാണ് റെസ്പിറേറ്ററി സിസ്റ്റം. സോ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനെ ബ്ലഡിൽ നിന്ന് ടിഷ്യൂസിലോട്ടും നമ്മൾ എക്സ്പയർ ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡിനെ ടിഷ്യൂസിൽ നിന്ന് ബ്ലഡിലോട്ടും എത്തിക്കുന്നതൊക്കെ ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഒരു ജോലിയാണ്. അടുത്തതാണ് ഡക്ട്ലെസ് ഗ്ലാൻസ്. അപ്പോൾ ഗ്ലാൻസ് എന്താണെന്ന് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഗ്ലാൻസിൽ ഡക്റ്റുകൾ ഇല്ലാത്ത ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ ഗ്ലാൻസിന്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് സബ്സ്റ്റൻസിനെ സെക്രീറ്റ് ചെയ്യുന്നതാണ് സെക്രീറ്ററി ഗ്ലാൻസ്. സോ ഈ ഡക്റ്റ് ഇല്ലാതെ സെക്രീറ്റ് ചെയ്യുന്ന ഇവരുടെ സെക്രീഷൻസിനെ ഡക്റ്റ് വഴി അല്ലാതെ ഡയറക്ട്ലി ബ്ലഡിലോട്ട് അയക്കുന്ന ഗ്ലാൻസ് ആണ് ഡക്ട്ലെസ് ഗ്ലാൻസ്. ഈ ഡക്ട്ലെസ് ഗ്ലാൻസിനെ നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് വിളിക്കുന്നുണ്ട്. സോ ഇവരുടേത് ഇന്റേണൽ സെക്രീഷൻസ് ആണ്. അടുത്ത സിസ്റ്റമാണ് യൂറോജനൈറ്റൽ സിസ്റ്റം. സോ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ യൂറിനറി സിസ്റ്റവും റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ചേർന്നതാണ് യൂറോജനൈറ്റൽ സിസ്റ്റം.
അടുത്ത സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം. സോ നമ്മുടെ ബ്രെയിൻ, സ്പൈനൽ കോഡ്, നമ്മുടെ ടോട്ടൽ ഇന്റഗ്രേഷനും കോർഡിനേഷനും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം. സോ ഈ ബ്രെയിനും സ്പൈനൽ കോഡും അടങ്ങുന്ന നമ്മുടെ കോംപ്ലക്സ് കോർഡിനേഷൻ ഓർഗൻസ് ചേർന്ന സിസ്റ്റത്തിന് സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ CNS എന്ന് വിളിക്കുന്നു. ഇവരുടെയൊക്കെ ട്രാൻസ്മിഷൻ, ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നെർവ്സ് ഇൻക്ലൂഡ് ചെയ്ത സിസ്റ്റത്തിന് പെരിഫറൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ PNS എന്ന് വിളിക്കുന്നു. സോ നമ്മുടെ നെർവസ് സിസ്റ്റം രണ്ടാണ്, CNSഉം PNSഉം. അടുത്തതാണ് നമ്മുടെ സെൻസ് ഓർഗൻസ്, നമ്മുടെ പെർസെപ്ഷൻസ്, ഫീലിങ്സ്, സെൻസസ് അല്ലേ. ടേസ്റ്റ്, ടച്ച്, വിഷൻ, ഹിയറിംഗ്, ഇതൊക്കെ കൂടിയ നമ്മുടെ ഈ ഒരു സെൻസസ് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഓർഗൻസ് ആണ് സെൻസ് ഓർഗൻസ്. ഐ, നോസ്, ഇയർ, ടങ്, സ്കിൻ ഒക്കെ സെൻസ് ഓർഗൻസ് ആണ്. അടുത്തതാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം. നമ്മുടെ ബോഡി വേസ്റ്റസിനൊക്കെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്ന സിസ്റ്റമാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം. കിഡ്നി ഒരു പ്രൈമറി എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്. സോ ഇത്രയുമാണ് നമ്മുടെ ബോഡിയിലുള്ള പ്രൈമറി സിസ്റ്റംസ്. അപ്പൊ ഇവരൊക്കെ കൂടിയിട്ടാണ് നമ്മുടെ ബോഡീന്റെ ഒരു ഇന്റഗ്രേഷനും പ്രൈമറി ഫങ്ഷൻസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യുന്നത്. പിന്നെ അടുത്ത ടോപ്പിക് ബോഡി ഫ്ലൂയിഡ്സ് എന്നൊരു ചെറിയ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് മാത്രമാണ് എന്ന ആ ഒരു ചിന്ത മാറ്റണം. ബോഡി ഫ്ലൂയിഡ്സിൽ അതല്ലാതെ ഒരുപാട് ഫ്ലൂയിഡ്സ് വരുന്നുണ്ട്. നമ്മുടെ സെൽസിന്റെ ഒക്കെ ഉള്ളിൽ കാണുന്ന ഫ്ലൂയിഡിനെ നമ്മൾ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയും. നമ്മുടെ ബോഡി വെയിറ്റിന്റെ 50% ഈ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് ആണ്. സോ നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ നടക്കുന്ന മെറ്റബോളിസത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണ് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. വാട്ടർ, ഫോസ്ഫേറ്റ് പോലുള്ള മിനറൽ സോൾട്ടുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. രണ്ടാമത്തേതാണ് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഇന്റർ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് വിളിക്കാം. സോ ഒരു മെയിൻ പേര് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്നുള്ളതാണ്. നമ്മുടെ ബോഡി വെയിറ്റിന്റെ ഒരു 20%ഓളം ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ പുറത്തുള്ള ഫ്ലൂയിഡ് ആണ്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, അപ്പൊ സെല്ലിന്റെ പുറത്തുള്ള ഫ്ലൂയിഡ്. അതായത് ഈ ഫ്ലൂയിഡിലാണ് നമ്മുടെ സെൽസ് ഒക്കെ കിടക്കുന്നത്. സോ സെൽസിന് ലൈ ചെയ്യാനുള്ള ഒരു മീഡിയമാണ് ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. അടുത്തത് ബ്ലഡ് പ്ലാസ്മ. നമ്മുടെ ടോട്ടൽ ബോഡി വെയിറ്റിന്റെ 3% അല്ലെങ്കിൽ 3 to 5% കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ബ്ലഡ് പ്ലാസ്മയാണ്. സോ ബ്ലഡ് പ്ലാസ്മ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റമായിട്ട് നമ്മുടെ സെൽസിന്റെ ഓരോ സബ്സ്റ്റൻസിനൊക്കെ ക്യാരി ചെയ്യുന്ന ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് ബ്ലഡ് പ്ലാസ്മ. അപ്പൊ ഇത്രയും ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കാണ് സെൽ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡീന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് സെൽ അല്ലേ. സോ ഈ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ടുള്ള സെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് എ പ്രോട്ടോപ്ലാസം. അതായത് സൈറ്റോപ്ലാസത്തിനെയും ന്യൂക്ലിയസിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. അതുകൂടാതെ ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്, ഒരുപാട് ഓർഗനൽസ് ഉണ്ട്. ഈ സൈറ്റോപ്ലാസം ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. സോ ഇതടങ്ങിയിട്ടുള്ള സെല്ലാണ് നമ്മുടെ ബോഡിയിലുള്ള ഓരോ ഫങ്ഷൻസും ഓരോ സ്ട്രക്ചേഴ്സിനെയും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ സെല്ലിന് ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസത്തിനുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഒരു സെല്ലിനും ഉണ്ട്. അപ്പൊ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് ഇഞ്ചക്ഷൻ ആൻഡ് അസിമിലേഷൻ. സോ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് എടുക്കുന്നതിനാണ് ഇഞ്ചക്ഷൻ എന്ന് പറയാ. എടുത്ത സബ്സ്റ്റൻസിന് യൂസ് ചെയ്യുന്നത്, നമ്മുടെ എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതിന് അസിമിലേഷൻ എന്ന് പറയും. സോ നമ്മുടെ ബോഡി ചെയ്യുന്നത് പോലെ തന്നെ ഓരോ സെല്ലിലും ഇഞ്ചക്ഷനും അസിമിലേഷനും നടക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലാണ് ഈ സെല്ല് കിടക്കുന്നത് അല്ലേ. സോ ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലുള്ള അമിനോ ആസിഡിനെ സെൽ അബ്സോർബ് ചെയ്യുകയും ആ അമിനോ ആസിഡ്സ് യൂസ് ചെയ്ത് പ്രോട്ടീൻ ബിൽഡ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഇതൊരു ഇഞ്ചക്ഷൻ ആൻഡ് അസിമിലേഷൻ ആണ് സെല്ലിൽ നടക്കുന്നത്. അടുത്തതാണ് ഗ്രോത്ത് ആൻഡ് റിപ്പയർ. സോ ഈ ബിൽഡ് ചെയ്ത പ്രോട്ടീൻ വെച്ചിട്ട് സെല്ലിന്റെ പ്രോട്ടോപ്ലാസത്തിന്റെ മാസ് കൂട്ടിക്കൊണ്ടുവരുന്നു. സോ പ്രോട്ടോപ്ലാസത്തിന്റെ മാസ് കൂട്ടുന്നതിനാണല്ലോ ഗ്രോത്ത് എന്ന് പറയാം. പിന്നെ എന്തെങ്കിലും വോൺ ഔട്ട് ആയിട്ടുള്ള ഭാഗത്തിന് റിപ്പയർ ചെയ്യാനൊക്കെ ഈ പ്രോട്ടീൻ യൂസ് ചെയ്യും. അടുത്തതാണ് മെറ്റബോളിസം. സെല്ലിൽ നടക്കുന്ന ഒരു വൈറ്റൽ പ്രോസസ്സാണ് മെറ്റബോളിസം. ആനബോളിസവും ഉണ്ട്, കാറ്റബോളിസവും ഉണ്ട്. അടുത്തതാണ് റെസ്പിറേഷൻ. നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഓക്സിജൻ യൂസ് ചെയ്തിട്ട് തന്നെ സെല്ലും റെസ്പയർ ചെയ്യുന്നുണ്ട്. സെല്ലിലുള്ള വേസ്റ്റ് പ്രോഡക്ട്സിനെ എക്സ്ക്രീറ്റും ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് സെല്ലിൽ നടക്കുന്ന കുറച്ച് പ്രോസസ്സസ്. ഞാൻ ഒന്നും കൂടി നമ്പർ ചെയ്ത് പറയാം. ഇഞ്ചക്ഷൻ ആൻഡ് അസിമിലേഷൻ, ഗ്രോത്ത് ആൻഡ് റിപ്പയർ, റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ ആൻഡ് മെറ്റബോളിസം. പിന്നെ പുറത്തുനിന്നുള്ള ഏതൊരു സ്റ്റിമുലസിനോടും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന പോലെ തന്നെ സെല്ലും റെസ്പോണ്ട് ചെയ്യും. അത് കെമിക്കൽ, ഫിസിക്കൽ, ബയോളജിക്കൽ എന്ത് തരം സ്റ്റിമുലസ് ആണെങ്കിലും. അപ്പൊ സെല്ലിൽ നടക്കുന്ന വൈറ്റൽ പ്രോസസ്സസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സെല്ലിന്റെ സ്ട്രക്ചറിലോട്ട് പോകാം. അപ്പൊ ഒരു സെല്ലിന്റെ സ്ട്രക്ചർ നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്. സെല്ലിന് ഒരു സെമി പെർമിയബിൾ സെൽ മെംബ്രെയിൻ ഉണ്ട്. ഈ സെമി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ ഈ സെൽ മെംബ്രെയിൻ എല്ലാ വസ്തുക്കളെയൊന്നും അകത്തോട്ടും പുറത്തേക്കും കയറ്റില്ല.
സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ആളുകളെ മാത്രമേ സെൽ മെംബ്രെയിൻ അകത്തോട്ട് കയറ്റുകയും പുറത്തോട്ട് ഇറക്കുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ സെൽ മെംബ്രെയിനെ സെലക്റ്റീവ്ലി പെർമിയബിൾ എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നതാണ് സൈറ്റോപ്ലാസം, ഒരു ജെല്ലി ലൈക്ക് മാസ്. അതിൽ സെല്ലിന്റെ ന്യൂക്ലിയസ് ഉണ്ട്. സെൽ ഡിവിഷന്റെ സമയത്തും നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ഒക്കെ ക്യാരി ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് സെല്ലിന്റെ ന്യൂക്ലിയസ്. പിന്നെ സെല്ലിൽ ഒരുപാട് ഓർഗനൽസ് ഉണ്ട്. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു റോഡ് ലൈക്ക് ഓർഗനൽസ് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നുണ്ട്. പവർ ഹൗസ് ഓഫ് എ സെൽ അല്ലേ. സെല്ലിൽ നിന്നും എനർജി ഫോം ആയിട്ടുള്ള ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. പിന്നെ ഒരുപാട് പ്രോട്ടീൻസിനൊക്കെ സെക്രേറ്റ് ചെയ്യുന്ന ഗോൾജി ബോഡീസ്, പിന്നെ ലൈസോസോംസ്, ഡൈജസ്റ്റീവ് എൻസൈംസ് ഉൾപ്പെടുന്ന ലൈസോസോംസ്, സെൽ ഡിവിഷനെ ഹെൽപ്പ് ചെയ്യുന്ന സെൻട്രോസോംസ്, ഇതൊക്കെ കൂടി ഒരുപാട് ഓർഗനൽസും സെല്ലിലുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് സെല്ലിന്റെ ഒരു സ്ട്രക്ചർ. അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് സെൽ ഡിവിഷൻ. അപ്പം നമ്മുടെ ഈ സെല്ല് പ്രോട്ടോപ്ലാസം അക്യുമുലേറ്റ് ചെയ്ത് ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിലും പ്രോട്ടോപ്ലാസം അക്യുമുലേറ്റ് ചെയ്ത് ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഗ്രോ ചെയ്ത് ജയന്റ് ആവുന്നില്ല. സെൽ ഓൾറെഡി മൈക്രോസ്കോപ്പിക് ആണ്. പിന്നീട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ സെൽ ഡിവിഷൻ ആണ് സംഭവിക്കുന്നത്. സോ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ സെൽസ് ആയിട്ടാണ് മാറുന്നത്. അപ്പൊ സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ ഡിവിഷൻ അല്ലേ. സോ ആദ്യം സെല്ല് ഡിവൈഡ് ചെയ്യും, അതിനെ സൈറ്റോകൈനസിസ് എന്ന് പറയും. ഫസ്റ്റ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും, അതിനെ കാരിയോകൈനസിസ് എന്ന് പറയും. പിന്നീട് സെല്ല് ഡിവൈഡ് ചെയ്യും, അതാണ് സൈറ്റോകൈനസിസ്. ഇത് ഉൾപ്പെടുന്ന ഈ സെൽ ഡിവിഷൻ നമ്മൾ മൈറ്റോസിസ് എന്നാണ് പറയുന്നത്. മൈറ്റോസിസിന്റെ ഒരു ചുരുക്ക രൂപം പറയുകയാണെങ്കിൽ നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ക്രോമാറ്റിൻ മെറ്റീരിയൽസ് ഉണ്ട്. സെൽ ഡിവിഷന്റെ സമയത്ത് സെല്ലിന്റെ ഉള്ളിൽ ഈ ന്യൂക്ലിയസ് ഉള്ളത് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന സ്ട്രക്ചറിലാണ് നമ്മളിവിടെ കാണുന്നത് പോലെ. സെൽ ഡിവിഷന്റെ സമയത്ത് ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ആയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ക്രോമാറ്റിൻ മെറ്റീരിയൽസ് കണ്ടൻസ് ചെയ്തിട്ട് ക്രോമസോം ആവും. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ഓർഗനൽ ആയിട്ടുള്ള സെൻട്രോസോം 2 പോളിലോട്ട് പോകും. എന്നിട്ട് ഈ ക്രോമാറ്റിൻ മെറ്റീരിയൽ അല്ലെങ്കിൽ ക്രോമസോം സെൻട്രോസോമിന്റെ പോളിലോട്ട് അറ്റാച്ച്ഡ് ആവും. എന്നിട്ട് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും. ഈ മൈറ്റോസിസ് നടന്നതിന് ശേഷം സെൽസ് 2 ആവുമെങ്കിലും നമ്മുടെ ക്രോമസോം നമ്പർ സെയിം ആയിട്ട് സെൽസിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ സെൽ ഡിവിഷൻ കഴിഞ്ഞു വരുന്ന ഡോട്ടർ ന്യൂക്ലിയസിൽ ഒന്നിൽ 46 ക്രോമസോമും ഒന്നിൽ 46 ക്രോമസോമും ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മുടെ ക്രോമസോം നമ്പർ നിലനിർത്തുന്നത്. പക്ഷേ നമ്മുടെ ബോഡിയിൽ നമ്മുടെ സൊമാറ്റിക് സെൽസ് അല്ലാതെ സെക്സ് സെൽസും ഉണ്ട് അല്ലേ. XX XY എന്ന് പറയുന്ന സെക്സ് സെൽസും ഉണ്ട്. ഈ സെക്സ് സെൽസിൽ നടക്കുന്ന ഡിവിഷന് നമ്മൾ മിയോസിസ് എന്നാണ് പറയുന്നത്, മൈറ്റോസിസ് അല്ല. മിയോസിസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ മിയോസിസ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓവം അല്ലെങ്കിൽ ഫീമെയിൽ സെക്സ് സെല്ലിൽ 23 ക്രോമസോം ഹാഫ് നമ്പറും സ്പേം മെയിൽ സെക്സ് സെല്ലിൽ 23 ക്രോമസോം ഹാഫ് നമ്പറുമാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് പിന്നീട് റീപ്രൊഡക്ഷന്റെ സമയത്ത് ഈ ഓവം ആൻഡ് സ്പേം കൂടി മേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓവം സ്പേം കൂടി ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ ക്രോമസോം നമ്പർ 46 ആയിട്ട് നിലനിൽക്കുന്നത്. മിയോസിസ് നടക്കുമ്പോൾ ക്രോമസോം നമ്പർ ഹാഫ് ആവുന്നു. ഇത്രയാണ് സെല്ലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ ചാപ്റ്ററിൽ ഒരു ലാസ്റ്റ് ടോപ്പിക്കാണ് ടിഷ്യൂസ് എന്താണെന്നുള്ളത്. സെൽസിന്റെ ഗ്രൂപ്പാണ് ടിഷ്യൂസ്. അതിന് ഓരോ ഗ്രൂപ്പിനും ഓരോ സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസ് ഉണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ പ്രൈമറിലി 4 ടിഷ്യൂസ് ആണുള്ളത്. എപ്പിത്തീലിയൽ ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് നെർവസ് ടിഷ്യൂ. നമുക്ക് ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ ടിഷ്യൂ ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി സർഫസ് കവർ ചെയ്യുന്ന ടിഷ്യൂ ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. അതുപോലെ തന്നെ നമ്മുടെ ക്യാവിറ്റീസ് ഒക്കെ ലൈൻ ചെയ്യുന്നതൊക്കെ എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ്. മെയിനായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ സ്കിന്നിൽ, ബ്ലഡ് വെസൽസിന്റെ ലൈനിങ്ങിൽ, ആൽവിയോളൈ, ഇവിടെയൊക്കെയാണ് എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂ 2 ടൈപ്പ് ഉണ്ട്, സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂ ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ. സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലെയർ സെൽസ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത് കൊണ്ടാണ് അതിനെ സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂ 3 ടൈപ്പ് ഉണ്ട്, സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം, സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് സിമ്പിൾ കൊളുംനാർ എപ്പിത്തീലിയം. സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം എന്താന്ന് വെച്ചാൽ ഇറഗുലർ ബൗണ്ടറീസ് ഉള്ള കുറച്ച് സെൽസ് കൂടിയിട്ടുള്ള ഒരു സിംഗിൾ ലെയേർഡ് സെൽസ് ആണ് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയത്തിലുള്ളത്. വളരെ തിൻ സെൽസ് ആയതുകൊണ്ട് തന്നെ സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയത്തിൽ ഡിഫ്യൂഷൻ ഒക്കെ മെയിൻ ആയിട്ട് നടക്കും. ഡിഫ്യൂഷൻ നടക്കാൻ സാധ്യതയുള്ള ആൽവിയോളൈ, അതുപോലെ ബ്ലഡ് വെസൽസ്, എൻഡോത്തീലിയം എന്ന് പറയും ബ്ലഡ് വെസൽസിലുള്ള എപ്പിത്തീലിയൽ ലൈനിങ്ങിന്, അവിടെയൊക്കെയാണ് ഈ സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം കാണപ്പെടുന്നത്. രണ്ടാമത്തേതാണ് സിമ്പിൾ കൊളുംനാർ എപ്പിത്തീലിയം. കോളം പോലത്തെ 1 ലെയർ ഓഫ് സെൽസ് അടങ്ങിയതാണ് സിമ്പിൾ കൊളുംനാർ എപ്പിത്തീലിയം. നമ്മുടെ ജനൈറ്റോ യൂറിനറി ട്രാക്റ്റിലും ഒക്കെയാണ് ഇവരെ കാണപ്പെടുന്നത്. പിന്നെ സിമ്പിൾ ക്യൂബോയിഡൽ എന്ന് പറഞ്ഞാൽ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ ക്യൂബ് ലൈക്ക് സെൽസ് ആണ് സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം.
സോ ഈ സിമ്പിൾ കൊളുംനാറും സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയവും സീലിയേറ്റഡ് എപ്പിത്തീലിയം ആവാൻ ചാൻസ് ഉണ്ട്. സോ സീലിയേറ്റഡ് എപ്പിത്തീലിയം ഒന്നുമില്ല. ഈ ക്യൂബോയിഡൽ അല്ലെങ്കിൽ കൊളുംനാർ എപ്പിത്തീലിയത്തിന്റെ പുറത്ത് സീലിയ, ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള സീലിയ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഈ കോൺ ഫീൽഡിലൊക്കെ, ചോളത്തിന്റെ പാടത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഹെയർ പോലത്തെ കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. സോ ഈ വിൻഡ് പോകുമ്പോൾ ഈ ഹെയർ ആ ഒരു ഡയറക്ഷനിൽ ബെൻഡ് ചെയ്യും. അപ്പോൾ വിൻഡിന് പോകാനുള്ള ആ ഒരു ഡയറക്ഷൻ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ അതുപോലെയാണ് സീലിയ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സെൽസിന്റെ സർഫസിലുള്ള സീലിയ മ്യൂക്കസ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ അതിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ, അതിലൂടെ പോകുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് സീലിയ ബെൻഡ് ചെയ്യും. സോ ഒരു സാധനത്തിന് മൂവ്മെന്റ് എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം ഉള്ളത്. അതുപോലെ തന്നെയാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. സെക്രീറ്ററി ഫംഗ്ഷൻസ് ഉള്ള എപ്പിത്തീലിയൽ സെൽസ് ആണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. അതിനൊരു എക്സാമ്പിൾ ആണ് ഗോബ്ലറ്റ് സെൽസ്. ഗോബ്ലറ്റ് സെൽസിൽ നിന്നും മ്യൂക്കസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സിമ്പിൾ എപ്പിത്തീലിയത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അടുത്തതാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. സോ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലെയർ ഓഫ് എപ്പിത്തീലിയൽ സെൽസ് കൂടിയതാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. സോ അതിന് നമ്മൾ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ് പോലെയുള്ള സ്ട്രക്ചറുകളിലാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയം കാണപ്പെടുന്നത്. സോ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറിച്ച് നമ്മൾ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തു. ഇനി ഫങ്ഷൻസ്. സോ ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ടും പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണ് എപ്പിത്തീലിയൽ സെൽസിനുള്ളത്. നമ്മൾ പറഞ്ഞല്ലോ സർഫസ് ഓഫ് ദ ബോഡിയിലും എന്തെങ്കിലും ക്യാവിറ്റിന്റെ ലൈനിങ് ഒക്കെ ആയിട്ടാണ് എപ്പിത്തീലിയൽ സെൽസ് കാണപ്പെടുന്നത്. ഇനി സെക്രീറ്ററി ഫംഗ്ഷൻസ് ഉണ്ട്. സെക്രീറ്ററി ഫംഗ്ഷൻസിൽ പറയുമ്പോൾ നമ്മൾ ഗ്ലാൻസിനെ കുറിച്ച് പറയൽ നിർബന്ധമാണ്. അപ്പൊ ഗ്ലാൻസ് എന്താന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ സെക്രീറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലെങ്കിൽ ഓർഗൻസിനാണ് ഗ്ലാൻസ് എന്ന് പറയുന്നത്. 3 ടൈപ്പ് ഗ്ലാൻസ് ഉണ്ട്. ചില ഗ്ലാൻസ് അതിന്റെ സെക്രീഷൻസിനെ ഡയറക്റ്റ് സർഫസിലോട്ട് പോർ ചെയ്യും. അതാണ് സ്വെറ്റ് ഗ്ലാൻഡ്, സെബാഷ്യസ് ഗ്ലാൻഡ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇപ്പോ സ്വെറ്റ് ഗ്ലാൻഡ്സും സെബാഷ്യസ് ഗ്ലാൻഡ്സും ഒക്കെ നമുക്കറിയാം. സ്വെറ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു സർഫസിൽ തന്നെയാണ്. സെബാഷ്യസ് ഗ്ലാൻഡിന്റെ പ്രൊഡക്ഷനാണ് സെബം. നമ്മുടെ ഫേസിലൊക്കെ കാണപ്പെടുന്നതാണ് ഈ സെബാഷ്യസ് ഗ്ലാൻഡ്സ്. വേറെ ചില ഗ്ലാൻഡ്സ് അതിന്റെ സെക്രീഷൻസിനെ ഡക്റ്റുകൾ വഴി പ്രൊഡ്യൂസ് ചെയ്യും. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സലൈവറി ഗ്ലാൻഡ് ഒക്കെ. അവർ എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. ഡക്റ്റുകൾ വഴിയാണ് അവരുടെ സലൈവറി ഗ്ലാൻഡ്, ലിവർ, പാൻക്രിയാസ് ഒക്കെ ഡക്റ്റുകൾ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. വേറെ ചില ഗ്ലാൻഡ്സ് ഉണ്ട്, അവർക്ക് ഡക്റ്റ് ഇല്ല, പക്ഷെ അവരുടെ സെക്രീഷൻസിനെ ഡയറക്റ്റ് ബ്ലഡിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഈ സെക്രീഷൻസിനെ നമ്മൾ ഹോർമോൺസ് എന്ന് വിളിക്കുന്നു. ഇങ്ങനത്തെ ഗ്ലാൻഡ്സിനാണ് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് വിളിക്കുന്നത്. ഒരുപാട് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. തൈമസ്, നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് എന്നൊക്കെ പോലെ ഒരുപാട് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്. സോ അവർക്കൊക്കെ ഡക്ട്ലെസ് ഗ്ലാൻഡ്സ് ആണ് അവർ. വേറെ ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ് മെംബ്രെയിൻസ്. നമ്മുടെ ബോഡിയിലുള്ള ലെയർ ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് വിച്ച് ലൈൻസ് എനി ക്യാവിറ്റീസ്, ഇവരെയാണ് നമ്മൾ മെംബ്രെയിൻസ് എന്ന് വിളിക്കുന്നത്. ഒരു ക്യാവിറ്റീനെ ലൈൻ ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ്. അപ്പോൾ മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്, സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ട്, സീറസ് മെംബ്രെയിൻ ഉണ്ട്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും അതുപോലെ റെസ്പിറേറ്ററി ട്രാക്ട്, ജനൈറ്റോ യൂറിനറി ട്രാക്റ്റിലൊക്കെ കാണപ്പെടുന്നതാണ് മ്യൂക്കസ് മെംബ്രെയിൻ. അതിന്റെ സെക്രീഷൻസ് ഒരു പ്രോട്ടീൻ ആയിട്ടുള്ള മ്യൂസിൻ ഉണ്ട്, പിന്നെ വാട്ടർ, സോൾട്ട് ഒക്കെയാണ്. രണ്ടാമത്തേതാണ് സൈനോവിയൽ മെംബ്രെയിൻ. നമ്മുടെ ജോയിന്റ്സിലൊക്കെ കാണപ്പെടുന്നതാണ് സൈനോവിയൽ മെംബ്രെയിൻ. അതിന്റെ ഫ്ലൂയിഡ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. തിക്ക് ഗ്ലെയറി ഫ്ലൂയിഡ് ആണ്. മൂന്നാമത്തേതാണ് സീറസ് മെംബ്രെയിൻസ്. സോ സീറസ് മെംബ്രെയിൻ ചെസ്റ്റ്, അബ്ഡോമൻ പോലുള്ള ഭാഗത്തൊക്കെയാണ് കാണപ്പെടുന്നത്. നമ്മുടെ ലങ്സിനെ കവർ ചെയ്യുന്ന സീറസ് മെംബ്രെയിനെ നമ്മൾ പ്ലൂറ എന്ന് വിളിക്കുന്നു. ഹാർട്ടിനെ കവർ ചെയ്യുന്ന സീറസ് മെംബ്രെയിനെ പെരികാർഡിയം എന്ന് വിളിക്കുന്നു. അബ്ഡോമിനൽ ക്യാവിറ്റീനെ ലൈൻ ചെയ്യുന്നതിനെ പെരിടോണിയം എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത്രയാണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആണ് മസ്കുലാർ ടിഷ്യൂസ്. അപ്പൊ മസ്കുലാർ ടിഷ്യൂസിൽ നമുക്കറിയാം മസിൽസ് മേഡപ്പ് ചെയ്തിട്ടുള്ളത് മസ്കുലാർ ടിഷ്യൂസ് വെച്ചിട്ടാണ്. അപ്പൊ 3 ടൈപ്പ് മസ്കുലാർ ടിഷ്യൂ ഉണ്ട്. സ്കെൽറ്റൽ ടിഷ്യൂ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ. സോ സ്കെൽറ്റൽ മസിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മസിൽസ് ആണ് സ്കെൽറ്റൽ മസിൽ. നമ്മുടെ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ആണ് സ്കെൽറ്റൽ മസിൽസ്. അവരിൽ ചില ലൈൻ പോലെ കാണപ്പെടുന്നു. അതിനെ സ്ട്രയേഷൻസ് എന്നാണ് വിളിക്കുക. അതുകൊണ്ട് തന്നെ ഇവർ സ്ട്രയേറ്റഡ് മസിൽസ് ആണ്. സോ സ്കെൽറ്റൽ മസിൽ നമുക്ക് വേണ്ടപ്പോൾ മൂവ് ചെയ്യാം, അല്ലെ എന്റെ കൈ വേണമെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ വെക്കാം. അതിനർത്ഥം സ്കെൽറ്റൽ മസിൽസ് നമ്മുടെ വില്ലിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാം. അതിനെ നമ്മൾ വോളണ്ടറി എന്ന് പറയുന്നു. സോ ഇവർ വോളണ്ടറി മസിൽസ് ആണ്. അടുത്ത ടൈപ്പാണ് സ്മൂത്ത് മസിൽ. സ്റ്റൊമക്കിലൊക്കെ കാണപ്പെടുന്ന, വിസറൽ ഓർഗൻസിൽ കാണപ്പെടുന്ന, വിസറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കാണുന്ന ഓർഗൻസിൽ കാണപ്പെടുന്ന മസിൽസ് ആണ്
സ്മൂത്ത് മസിൽസ്. നമ്മുടെ വില്ലിനനുസരിച്ച് നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അവർ ഇൻവോളണ്ടറി മസിൽസ് ആണ്. സ്ട്രയേഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അൺസ്ട്രയേറ്റഡ് മസിൽസ് ആണ്. മൂന്നാമത്തെ ടൈപ്പാണ് കാർഡിയാക് മസിൽസ്. അപ്പോൾ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഹാർട്ടിലുള്ള മസിൽസ് ആണ് കാർഡിയാക് മസിൽസ്. സോ ഈ കാർഡിയാക് മസിൽസിൽ ചെറിയ സ്ട്രയേഷൻസ് ഉണ്ട്, അവരും ഇൻവോളണ്ടറി മസിൽസ് ആണ്. സോ കാർഡിയാക് മസിൽസിന് ഒരുപാട് വേറെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. പിന്നെ സ്ഫിങ്ക്റ്റർ മസിൽസ്, സർക്കുലർ ഷേപ്പുള്ള ഒരു മസിലാണ് സ്ഫിങ്ക്റ്റർ മസിൽ. നമ്മൾ ഒരു ഓർഗനിൽ നിന്ന് വേറൊരു ഓർഗനിലോട്ട് വരുമ്പോൾ അവിടെ കാണപ്പെടുന്നതാണ് സ്ഫിങ്ക്റ്റർ മസിൽ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈസോഫാഗസിൽ നിന്ന് സ്റ്റൊമക്കിലോട്ട് പോകുന്ന വഴി ഒരു സ്ഫിങ്ക്റ്റർ ഉണ്ട്, സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പോകുന്ന വഴി ഒരു സ്ഫിങ്ക്റ്റർ ഉണ്ട്. സോ സബ്സ്റ്റൻസിന്റെ ട്രാവൽ ബാക്ക്വേർഡ്സ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് സ്ഫിങ്ക്റ്റർ മസിൽസ് ഉള്ളത്. സോ മസിലിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് മസിൽ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ മസിൽ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ വഴിയാണ് നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ഈ മസിൽ കോൺട്രാക്ഷന് ഉള്ള എനർജി വരുന്നത് ATPയിൽ നിന്നാണ്. സോ ഇത്രയാണ് മസ്കുലർ ടിഷ്യൂ. തേർഡ് ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് നെർവസ് ടിഷ്യൂ. നമ്മുടെ ബോഡിയിലുള്ള കോർഡിനേഷനുമായിട്ട് ഇമ്പൾസസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നെർവസ് ടിഷ്യൂ ആണ്. സോ നെർവസ് ടിഷ്യൂവിൽ 3 ഭാഗമുണ്ട്. ഒരു ഗ്രേ മാറ്റർ ഉണ്ട്, അത് നെർവ് സെൽസ് മേഡപ്പ് ചെയ്തിട്ടുള്ളതാണ്. വൈറ്റ് മാറ്റർ ഉണ്ട്, നെർവ് ഫൈബേഴ്സ് മേക്ക് ചെയ്യുന്നത്. പിന്നെ ന്യൂറോഗ്ലിയൽ സെൽസും ഉണ്ട്. ഇതാണ് നെർവസ് ടിഷ്യൂവിൽ വരുന്നത്. അടുത്തതാണ് കണക്റ്റീവ് ടിഷ്യൂ. കുറച്ച് ഇലാബറേറ്റ് ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 2 സ്ട്രക്ചേഴ്സിനെ കണക്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഇവരാണ്. കുറേ ടൈപ്സ് കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്. ഒന്ന് ഏരിയോളാർ ടിഷ്യൂ, നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ കാണപ്പെടുന്ന ഒരു ടിഷ്യൂ ആണ് ഏരിയോളാർ ടിഷ്യൂ. അഡിപ്പോസ് ടിഷ്യൂ, നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് അഡിപ്പോസ് ടിഷ്യൂ ആണ്. ഇതും നമ്മുടെ സ്കിന്നിന്റെ അടിയിലും ഒരുപാട് ഭാഗത്തും അഡിപ്പോസ് ടിഷ്യൂ കാണപ്പെടും. ഇനി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വരുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ബോണ്, കാർട്ടിലേജ്, ബ്ലഡ് ഒക്കെ. സോ കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ ലെസ് ഫേം ആയിട്ടുള്ള, ബോണിന്റെ അത്ര ഫേം അല്ലാത്ത ഒരു സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് കാർട്ടിലേജ്. കാർട്ടിലേജ് മേഡപ്പ് ചെയ്തിട്ടുള്ള സെൽസിന് നമ്മൾ കോൺട്രോസൈറ്റ്സ് എന്ന് പറയുന്നു. പിന്നെ നമ്മുടെ ജോയിന്റ്സ്, ബോൺസിന്റെ ഇടയിലൊക്കെയാണ് കാർട്ടിലേജ് മെയിൻ ആയിട്ട് കാണപ്പെട്ടിട്ടുള്ളത് പെടുന്നത്. കാർട്ടിലേജ് 3 ടൈപ്സ് ഉണ്ട്: ഹയലിൻ കാർട്ടിലേജ്, ഇലാസ്റ്റിക് കാർട്ടിലേജ് ആൻഡ് ഫൈബ്രസ് കാർട്ടിലേജ്. ഈ ഹയലിൻ കാർട്ടിലേജ് ലാരിങ്സിൽ, നോസിലൊക്കെ കാണപ്പെടുന്നത് ഹയലിൻ കാർട്ടിലേജ് ആണ്. ഫൈബ്രസ് കാർട്ടിലേജ് കുറച്ചുകൂടി ഡെൻസ് ആയിരിക്കും, നമ്മുടെ ബോൺ സോക്കറ്റ്സിലൊക്കെയാണ് അത് കാണപ്പെടുന്നത്. ഇലാസ്റ്റിക് കാർട്ടിലേജ് ഇയറിലും എപ്പിഗ്ലോട്ടിസിലൊക്കെയാണ് കാണപ്പെടുന്നത്. സോ അടുത്ത സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബോൺ. ബോൺ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്. കാൽഷ്യം, സോൾട്ടും വാട്ടറും ഒക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ബോൺസ്. സോ ബോൺസിലുള്ള സെൽസിനെ ഓസ്റ്റിയോസൈറ്റ് എന്ന് വിളിക്കുന്നു. സോ ബോൺ ടിഷ്യൂസിനൊക്കെ ഒരു സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ആണുള്ളത്. 2 ടൈപ്പ് ബോൺ ടിഷ്യൂസ് ആണ് കാണപ്പെടുന്നത്: കോമ്പാക്ട് ടിഷ്യൂവും ക്യാൻസലസ് ടിഷ്യൂവും. കോമ്പാക്ട് ടിഷ്യൂസ് കുറച്ചുകൂടി ഡെൻസ്ലി പാക്ഡ് ആണ്. ഫ്ലാറ്റ് ബോൺസിലും ഷോർട്ട് ബോൺസിലും ഒക്കെ കോമ്പാക്ട് ടിഷ്യൂസ് ആണ് കാണപ്പെടുന്നത്. ക്യാൻസലസ് ടിഷ്യൂ കുറച്ചുകൂടി സ്പോഞ്ചി ആണ്. നമ്മുടെ വലിയ ലോങ് ബോൺസിന്റെ, ഫീമർ, ഹ്യൂമറസ് പോലെയുള്ള ലോങ് ബോൺസിന്റെ എൻസിലൊക്കെയാണ് ക്യാൻസലസ് ടിഷ്യൂ കാണപ്പെടുന്നത്. സോ പെരി ഓസ്റ്റിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഫൈബ്രസ് വാസ്കുലാർ മെംബ്രെയിൻ ഓഫ് ബോൺസ്. ബോൺസിനെ കവർ ചെയ്യുന്ന വാസ്കുലാർ, ബ്ലഡ് സപ്ലൈ കൂടുതലുള്ള ഒരു ഫൈബ്രസ് മെംബ്രെയിൻ ആണ് പെരി ഓസ്റ്റിയം. സോ ഈ ചാപ്റ്ററിലുള്ള ലാസ്റ്റ് ടോപ്പിക് ആണ് ഓസിഫിക്കേഷൻ എന്നുള്ളത്. സോ ബോണിന്റെ ഫോർമേഷനെയാണ് നമ്മൾ ഓസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. സോ 2 ടൈപ്പ് ഓസിഫിക്കേഷൻ ആണ്: മെംബ്രാനിയസ് ആൻഡ് കാർട്ടിലേജിനസ്, അല്ലെങ്കിൽ എൻഡോക്രോൺട്രൽ ഓസിഫിക്കേഷൻ എന്നും ഇൻട്രാമെംബ്രേനിയസ് ഓസിഫിക്കേഷൻ എന്നും പറയുന്നു. സോ മെംബ്രേനിയസ് ഓസിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ബോൺസ് ഉണ്ടാകുന്നത് മീസെൻകൈമൽ സെൽസ് എന്നാണ്. നമ്മുടെ എംബ്രയോണൽ സ്റ്റേജിൽ സെൽസ് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് മീസെൻകൈമൽ സെൽസ്. സോ ഈ മീസെൻകൈമൽ സെൽസിൽ നിന്നാണ് ബോൺസ് ഉണ്ടാകുന്നത്. സോ ഡയറക്ട്ലി മീസെൻകൈമൽ ടിഷ്യൂസ് ബോൺസ് ആയി മാറുന്നതാണ് മെംബ്രേനിയസ് ഓസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഫ്ലാറ്റ് ബോൺസ് ആയിട്ടുള്ള സ്കൾ, ക്ലാവിക്കിൾ, ഒസിപിറ്റൽ ബോൺ ഒക്കെ ഉണ്ടാക്കുന്നത് ഇൻട്രാമെംബ്രേനിയസ് ഓസിഫിക്കേഷൻ വഴിയാണ്. അടുത്ത ടൈപ്പ് ഓഫ് ഓസിഫിക്കേഷൻ ആണ് എൻഡോകോൺട്രൽ ഓസിഫിക്കേഷൻ. സോ ഈ ബോൺ ഫോർമേഷന്റെ സമയത്ത് കാർട്ടിലേജ് ഉണ്ടായിട്ട് ഈ കാർട്ടിലേജ് ബോൺ ആയിട്ട് മാറുന്നതിനാണ് എൻഡോകോൺട്രൽ ഓസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലുള്ള ഷോർട്ട് ബോൺസ് ഒക്കെ ഉണ്ടാവുന്നത്, നമ്മുടെ ഫാലഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നത് എൻഡോകോൺട്രൽ ഓസിഫിക്കേഷൻ വഴിയാണ്. സോ ഇതാണ് ഈ ചാപ്റ്റർ. സോ ഈ ചാപ്റ്ററിൽ അനാട്ടമിയുടെയും ഫിസിയോളജിയുടെയും ഒരു ഇൻട്രോ പാർട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ചെറിയ ചാപ്റ്റർ ആണ്. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദിസ് ക്ലാസ് and I hope you are all clear with the topics that we have discussed. Thank you.